ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുക്തം. ദുഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 36. 6:36. അസംയാത്മനോ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാ തു യതതാ ശക്യോ വാപ്തുമുപായതാ. അസംയാത്മനോ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനോ തു യതതാ ശക്യോ വാപ്തുമുപായതാ. അസംയാത്മനോ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാ തു യതതാ ശക്യോ വാപ്തുമുപായതാ. വാക്കർത്ഥം: അസംയാത്മന മനോനിയന്ത്രണമില്ലാത്തതിനാൽ, യോഗം ദുഷ്പ്രാപ ഇതി പ്രാപിക്കാവുന്നതല്ലെന്ന് മേ മത എൻ്റെ അഭിപ്രായം. തു എന്നാൽ ഉപായത മുൻപറഞ്ഞ ഉപായമനുസരിച്ച് യതത യത്നിക്കുന്ന വശ്യാത്മന മനോനിയന്ത്രണമുള്ളവന് അവാപ്തും പ്രാപിക്കുവാൻ ശക്യ സാധിക്കും. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദി. വിവർത്തനം: മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ്. മനസ്സിനെ കീഴടക്കി വേണ്ട വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചയമാണ് താൻ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഭാവാർത്ഥം: മനസ്സിനെ ഭൗതിക പ്രവർത്തനത്തിൽ നിന്ന് വേർപെടുത്തുവാൻ ഉതകുന്ന ചികിത്സ ചെയ്യാതെ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കാൻ പ്രയാസമാണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. ഭൗതിക സുഖങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുമ്പോൾ യോഗാനുഷ്ഠാനത്തിന് യത്നിക്കുന്നത് മുകളിൽ വെള്ളമൊഴിച്ചുകൊണ്ട് ചുവട്ടിൽ തീ കൂട്ടുവാൻ പാടുപെടുന്നത് പോലെയാണ്. മനോനിയന്ത്രണമില്ലാത്ത യോഗാനുഷ്ഠാനം സമയം പാഴാക്കലല്ലാതെ മറ്റൊന്നുമല്ല. അത്തരമൊരു യോഗ പ്രദർശനം ഭൗതികമായി ലാഭകരമായേക്കാം, ആത്മീയോത്കർഷത്തെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമാണ്. അതുകൊണ്ട് ഭക്തൻ നിരന്തരം പ്രേമപൂർവമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തി മനസ്സിനെ സ്വാധീനിക്കണം. കൃഷ്ണാബോധത്തിൽ മുഴുകാതെ ഒരാൾക്ക് മനസ്സിനെ തുടർച്ചയായി നിയന്ത്രിക്കാനാവില്ല. കൃഷ്ണാബോധനായ ഒരാൾ പ്രത്യേകിച്ച് പ്രയത്നമൊന്നും കൂടാതെ യോഗ പരിശീലനത്തിൻ്റെ ഫലം അനായാസേന നേടുന്നു. പക്ഷേ ഒരു യോഗ പരിശീലനത്തിന് കൃഷ്ണാബോധവനാകാതെ വിജയം വരിക്കാൻ
ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാഷാണി വിശുദ്ധാനി പാഞ്ചാകൽപതരുപശ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവർക്ക് ഗോപാൽക്ക് ജയ. ഹരേ കൃഷ്ണ. ഇന്ന് ധ്യാനയോഗത്തിലെ ഒരു ശ്ലോകമാണ്. ഇത് കൃഷ്ണൻ പറയുകയാണ് അർജുനനോട്. ആദ്യം അർജുനൻ പറയുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യമാണ് അർജുനൻ പറയുന്നത്. ഒരു കാറ്റിനെ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണ ഭഗവാൻ പറയുന്നു ശരിയാണ്, മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണെന്ന് കൃഷ്ണ ഭഗവാൻ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ പറയുന്നു ഭഗവാൻ ഇങ്ങനെ അത് പറയുന്നു 35-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പക്ഷേ യുക്തമായ പരിശീലനം കൊണ്ട് നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പരിശീലനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ അർജുനൻ പറയുന്നത്. അപ്പം അതാണ് 35-ാം ശ്ലോകം. 36-ാം ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഭഗവാൻ കുറച്ചും കൂടെ ആ ഒരു കാര്യത്തെ ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഭഗവാൻ പറയുകയാണ്, മനോനിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ് എന്ന് പറയുന്നു. മനസ്സിനെ കീഴടക്കി വേണ്ട വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചിതമാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. കൃഷ്ണൻ അഭിപ്രായം, ഇതെൻ്റെ അഭിപ്രായം എന്ന രീതിയിലാണ് പറയുന്നത്. നമ്മൾക്കെല്ലാവർക്കും അഭിപ്രായമുണ്ട്. അത് ചിലപ്പം മാറുകയും ചെയ്യും. നമ്മുടെ അഭിപ്രായവും മറ്റൊരാളുടെ അഭിപ്രായവും ഒക്കെ വ്യത്യാസമില്ല. പക്ഷെ ഭഗവാന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് പരമസത്യമാണ്. അത് കാലദേശഭേദമന്യേ അതെന്നും സത്യമായിട്ട് തന്നെ തുടരും. ഇപ്പം ഭഗവാൻ പറയുകയാണ്, മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് യോഗത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്താൻ പറ്റൂ എന്നുള്ള കാര്യം ഭഗവാൻ ഒന്ന് പറയുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, നമ്മളും ഒരു യോഗമാണ് പരിശീലിക്കുന്നത്. ഭക്തിയോഗം എന്ന യോഗമാണ് പരിശീലിക്കുന്നത്. അപ്പം നമുക്കും ഭക്തിയോഗത്തിൻ്റെ ഉന്നത തലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇവിടെ ഭഗവാൻ പറഞ്ഞതുപോലെ മനസ്സിനെ നിയന്ത്രിച്ചാലേ സാധിക്കുകയുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കാതെ അതിന് വിജയം കിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, നിയമനിയമങ്ങൾ പാലിക്കുന്നുണ്ട്, സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റ് പല പല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത് മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം, മനസ്സിൻ്റെ നിയന്ത്രണത്തിലായിരിക്കരുത് നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്കതിൽ പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റൂ. ചിലപ്പോൾ ബാഹ്യമായിട്ട് നമ്മളൊരു ഭക്തൻ്റെ വേഷവിധാനങ്ങളും ആചരണങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇവിടെ ശീല പ്രഭുപാദ് പറയുന്നത് പോലെ ബാഹ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആന്തരികമായിട്ട് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാതെ മനസ്സിൻ്റെ ഇച്ഛ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ശുഷ്കമാണ്, അതിൻ്റെ ഫലം ഇല്ല എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ധ്യാനയോഗമാണ് ഒരു യോഗ പദ്ധതി, അതിനെക്കുറിച്ചാണ് ഭഗവാൻ വിവരിക്കുന്നത്. ഭക്തിയോഗികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രാധാന്യമില്ലാന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. ശ്രീല പ്രഭുപാദ് ഇതിനകത്ത് വളരെ ആഴത്തിൽ ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരിപൂർണത കിട്ടുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടത്, നമ്മുടെ മനസ്സ്, നമ്മൾ ഭക്തന്മാരാണ്, നാമം ജപിക്കുന്നുണ്ട്, സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, യമനിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ മനസ്സ്. നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് വിഷമിക്കും, പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ വാക്കുകൾ ഉച്ചരിക്കും, സംസാരിക്കും. നമുക്ക് കുറച്ച് ദിവസങ്ങൾ നമുക്ക് മനസ്സിനെ നിയന്ത്രിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യും. പിന്നെ
ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മംഗളാരതി അറ്റൻഡ് ചെയ്യും, പിന്നെ കുറച്ച് ദിവസം നമ്മൾ മംഗളാരതി അറ്റൻഡ് ചെയ്യത്തില്ല. കുറച്ച് ദിവസങ്ങൾ നമ്മൾ ക്ഷേത്രത്തിൽ റെഗുലറായിട്ട് വരും, കുറച്ച് ദിവസങ്ങൾ നമ്മൾ കൃത്യം രാവിലെ എഴുന്നേറ്റ് ജപിക്കും, പിന്നെ നമ്മൾ ജപിക്കത്തില്ല. ഇതെല്ലാം കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളതിൻ്റെ കറക്റ്റ് ലക്ഷണങ്ങളാണ് ഇതെല്ലാം. മനസ്സ് നമ്മുടെ കൺട്രോളിലല്ല ആണെങ്കിൽ നമ്മൾ ഒരു നല്ല കാര്യം തീരുമാനിച്ചാൽ ജീവിതാവസാനം വരെ നമുക്കത് പാലിക്കാൻ പറ്റണം. പക്ഷെ പലപ്പോഴും നമുക്കത് പാലിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്, നമ്മുടെ മനസ്സ് നിയന്ത്രണത്തിലാണോ അല്ലയോ എന്നുള്ളത്. അപ്പം അവിടെ വച്ചേ നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് നിയന്ത്രണത്തിലല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കണം എന്നതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അത് നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക്. എന്നാൽ പ്രഭുപാദ് ഒരു വേർഡ് ഇതിനകത്ത് പ്രഭുപാദ് ഓരോ വാക്കുകളും ഓരോ സെൻറ്റൻസും ഒരുപാട് അർത്ഥത്തിലാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് ഒരു സെൻറ്റൻസ് വായിച്ചപ്പം അത് മനസ്സിലായ കാര്യമാണ്. കൃഷ്ണാബോധത്തിൽ മുഴുകാതെ ഒരാൾക്ക് മനസ്സിനെ തുടർച്ചയായി നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ള വേർഡ്, തുടർച്ചയായി എന്നുള്ളൊരു വാക്ക് ശ്രീല പ്രഭുപാദ് അതിനകത്ത് പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ശ്രീല പ്രഭുപാദ്. ചിലപ്പോൾ നമുക്ക് ഇന്നും പറ്റും, ഇന്നിപ്പോൾ നമ്മൾ സൺഡേ ആണ്, കുറച്ച് ഡിവോട്ടീസൊക്കെ കൂടെയുണ്ട്, നമ്മൾ നാമം ജപിക്കണം അല്ലെങ്കിൽ സേവനം ചെയ്യണം, ഇപ്പോൾ പറ്റും. പക്ഷെ നമ്മൾ പിന്നെ നമ്മൾ ഭക്തന്മാരുടെ അസോസിയേഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അപ്പോൾ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിരുന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പലരും ദീക്ഷ എടുത്തിട്ടുണ്ടാകാം, ചിലപ്പം നാമജപം 16 മാല ജപിക്കുന്നുണ്ടാകാം, പ്രഭുവെന്നോ മാതാജിയെന്നോ ഒക്കെ അതൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സാക്ഷാത്കാരം വേണം. നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും നിയോഫൈറ്റ് ഡിവോട്ടീസ് ഉണ്ട്. എത്ര നമ്മൾ പവർഫുള്ളാണ്, എത്ര ക്ലാസ് എടുക്കാൻ പറ്റും, എത്ര സേവനങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു വിലയിരുത്തൽ വേണം. മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നതല്ല, നമുക്കൊരു വിലയിരുത്തൽ വേണം. നമ്മുടെ മനസ്സ് നിയന്ത്രണത്തിലാണ്. മനസ്സ് നിയന്ത്രണത്തിലാണെങ്കിൽ നമ്മുടെ ഭക്തി സേവനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഭക്തി പ്രക്രിയകൾ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ മുടങ്ങുന്നതിൻ്റെ കാരണം നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് അംഗീകരിക്കുന്നിടത്തേ നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ആർട്ടിഫിഷ്യലി വിചാരിക്കുകയാണ് നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലാണ്, എൻ്റെ ഇതിനാണ് എൻ്റെ മനസ്സ് നിൽക്കുന്നത്, ഞാൻ വിചാരിക്കുന്ന പോലെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ അടുത്തൊരു പടവിലേക്ക് കയറാനുള്ള ഒരു ഹോപ്പില്ല. നമ്മൾ തന്നെ മനസ്സിലാക്കുകയാണ് എൻ്റെ മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ ഒരു ശ്ലോകത്തിനും ഈ ഭഗവത്ഗീതയുടെ നമ്മുടെ പാഠങ്ങൾക്കും ഒക്കെ നമുക്ക് അർത്ഥം ഉണ്ടാവുന്നത്. അപ്പോഴാണ് അത് ശരിയായിട്ട് നമുക്കെല്ലാവരും വന്നത്, ഈ പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ പരിപൂർണത നേടാൻ വേണ്ടിയാണ്. നമുക്ക് ഭക്തിയുടെ പരിപൂർണം നേടി ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള കാര്യം സാക്ഷാത്കരിച്ച് ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ടി, പൂർണ്ണമായിട്ട് സേവനം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന നമുക്ക് അതിൻ്റെ പരിപൂർണത നേടണമെങ്കിൽ നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ ആദ്യമേ അംഗീകരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മൾ തന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ, ഇപ്പോൾ ഞാനൊരു ഡിവോട്ടി അല്ലെങ്കിൽ ഞാൻ ഇനീഷ്യേറ്റ് ഡിവോട്ടി എന്നൊരു ഡെസിഗ്നേഷൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ അത്രത്തോളം മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ള കാര്യം അറിയരുത്. ഓരോരുത്തരും ഉള്ളിലോട്ട് ചോദിച്ചാൽ മതി. സ്വയം ആരോടും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ആരും നമുക്കത് ചൂണ്ടിക്കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാം എത്രത്തോളം നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം അവിടെയാണ് ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ വാണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഭഗവാൻ പറയുകയാണ് നമുക്ക് ഈ യോഗ പ്രക്രിയ അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ആ ബന്ധമുണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നാമജപവും നമ്മുടെ നിയമങ്ങൾ പാലിക്കുന്നതും ബുക്ക് വായിക്കുന്നതും എല്ലാം നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മറന്നുപോയ ബന്ധത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്.
പക്ഷെ അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ അത് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാനും പറ്റുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അവസാന നിമിഷം ഭഗവാനെ ഓർക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ. മനസ്സിന് എപ്പോഴും നമ്മളൊരു ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം നമ്മുടെ മനസ്സ് 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ ആത്മീയ ഇപ്പം പുറമേയുള്ള ഒരാളിനെ നോക്കണം. പുറമേയുള്ള ഒരു സാധാരണ ഒരു വ്യക്തി, അയാൾ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിക്ക് മനസ്സിനെ നിയന്ത്രിക്കുന്ന അവർക്ക് ചിന്തയില്ല. മനസ്സിനെ നിയന്ത്രിക്കണം എന്നുള്ളൊരു ബോധമൊന്നുമില്ല. അവർക്ക് ഇന്ദ്രിയ താല്പര്യമാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ മനസ്സ് പോകുന്നിടത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. ഈ മനസ്സിങ്ങനെ വേണമെന്ന് ചിന്തിക്കുമ്പോൾ ഉടനെ അതിൻ്റെ പുറകിൽ അവർ പോകും. ഇവർക്ക് നല്ലൊരു വീടുണ്ട്, എനിക്ക് നല്ലൊരു വീട്, എനിക്ക് ഈ വീട് കിട്ടിയാൽ എനിക്ക് നല്ല സുഖം ഉണ്ടാകും എന്നൊക്കെ മനസ്സ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. മനസ്സിനെ നിയന്ത്രിക്കാത്തൊരവസ്ഥ. ഒരു തേരിനെ പോലെയാണ്. തേരിനകത്ത് ഒരാൾ കയറിക്കഴിഞ്ഞാൽ കുതിരകളുണ്ട്, 4-5 കുതിരകളുണ്ട്. അപ്പം കടിഞ്ഞാണ് നമ്മൾ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുതിരകളുടെ വഴിയെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഇന്ദ്രിയങ്ങൾ പല സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ഒരു കണ്ണൊരു കാര്യം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് നാവ് വേറൊരു കാര്യം വേണം എന്ന് ആഗ്രഹിക്കും. ഇന്ദ്രിയങ്ങളും ജനനേന്ദ്രിയങ്ങളും വേറൊരു കാര്യം വേണം. അങ്ങനെ നമ്മളെ പല സ്ഥലത്തേക്കും വലിച്ചുകൊണ്ട് പോകും. 5 കുതിരകളുടെ ഓരോ സ്ഥലത്ത് പോകാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ലക്ഷ്യത്തിലെത്താൻ പറ്റും. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും, നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വാഭാവികമായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷനാണ്. മനസ്സിനെ അതിൻ്റെ തോന്നിയ പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കോളും. പിന്നെ നമുക്ക് വൈഷ്ണവരുടെ കാരുണ്യം കൊണ്ടും ഒക്കെ അസോസിയേഷൻ കൊണ്ടും നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വരാനും ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ സഹായം കിട്ടാനും ഒക്കെ ഒരു അനുഗ്രഹം കിട്ടും. അപ്പം നമുക്ക് ചിലപ്പോൾ ഗൈഡൻസ്, ചിലപ്പം ദീക്ഷ എടുത്തിട്ടുണ്ടാവും. ദീക്ഷ എടുക്കുന്നതിൻ്റെ പ്രക്രിയയിലായിരിക്കും ഓരോരുത്തർ. അപ്പോൾ അവർക്ക് ഗൈഡൻസ് ഉണ്ട്. ആ സന്ദർഭത്തിലാണ് നമ്മൾ ശരിക്കും മനസ്സിലാവുന്നത് എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളൂ നമ്മുടെ കൺട്രോളിലല്ല ഈ കാര്യം നിൽക്കുന്നത് എന്ന് മനസ്സിലാകുള്ളൂ. നമ്മൾ ചിലപ്പം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വളരെയധികം വ്യഗ്രത കാണിക്കും. നമുക്ക് എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ വരുമ്പം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ശരിക്കും ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സ് കൺട്രോൾ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഉടനെ അതിനെ മറ്റുള്ളവർക്ക് ആട്രിബ്യൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ തന്നെ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. ശ്രീല പ്രഭുപാദ് ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ പ്രഭുപാദിൻ്റെ ശിഷ്യൻ ബ്രഹ്മചാരിയായിരുന്നു. കുറച്ച് നാൾ അദ്ദേഹം ബ്രഹ്മചാരി ഇരുന്നിട്ട് അദ്ദേഹം വിചാരിച്ചു വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം പ്രഭുപാദിനോട് പെർമിഷൻ എടുത്തിട്ട് അദ്ദേഹം ഒരു വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് തോന്നി വിവാഹ ജീവിതം അത്രയും സുഖകരമായിട്ടുള്ള ഇതല്ല എന്ന് വിചാരിച്ചിട്ട് പ്രഭുപാദിനോട് പറഞ്ഞു, എനിക്ക് സന്യാസം വേണം എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് അദ്ദേഹത്തിന് തിരിച്ചെഴുതിയ ലെറ്ററിൽ ഇങ്ങനെ പറയുന്നു, യുവർ പ്രോബ്ലം ഈസ് നോട്ട് ഡ്യൂ ടു യുവർ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസ്, യുവർ പ്രോബ്ലം ഈസ് ഡ്യൂ ടു യുവർ ലാക്ക് ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. അങ്ങയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ടല്ല അങ്ങയുടെ പ്രശ്നം, അങ്ങയുടെ കൃഷ്ണാബോധത്തിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങേക്ക് ഈ പ്രശ്നം വന്നതെന്ന് തൻ്റെ ശിഷ്യന് ശ്രീല പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ അതുകൊണ്ടാണ്, അവരെ കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം, ഇവരെ കൊണ്ടാണ് പ്രശ്നം, ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെ വിഷമിച്ചത്, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ യഥാർത്ഥ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത്. നമ്മൾ കുറച്ച് നാൾ ഈ പ്രസ്ഥാനത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിനെ, ഭഗവത്ഗീത ശ്ലോകങ്ങളും ഇതൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യും മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട്. നമ്മൾ രാവിലെ എഴുന്നേക്കണമെന്ന് നമുക്ക് താല്പര്യം കാണത്തില്ല. പക്ഷേ പ്രഭുപാദും ആചാര്യന്മാരും ഗുരുവും ഒക്കെ പറയുന്നുണ്ട് രാവിലെ എഴുന്നേക്കണം. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സ് തിരിച്ച് പറയും. മനസ്സ് പറയും വേണ്ട, അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ ചെയ്താൽ അതിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നം വരും, അല്ലെങ്കിൽ ഇത് വരും അത് വരും എന്ന് മനസ്സിങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെയാണ് റിയലി ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നത്. ആദ്യം ഈ ഭൗതികവാദികളെ പോലെ കുതിരകളെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വിട്ടേക്കുകയാണ്. പല സ്ഥലത്ത് കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, എവിടെ വേണമെങ്കിലും പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ
ആ കടിഞ്ഞാനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. കടിഞ്ഞാനെ പിടിച്ച് അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് സ്ട്രഗിൾ വരുന്നത്. ആദ്യം സെൻസ് ഗ്രാറ്റിഫിക്കേഷനാണ്, രണ്ടാമത് വരുന്നതാണ് സ്ട്രഗിൾ. അതാണ് നമ്മൾ ഓരോരുത്തരും ദീക്ഷയെടുത്ത ഭക്തന്മാരും നാമം ജപിക്കുന്ന ഭക്തന്മാരും ഓരോ ദിവസവും അനുഭവിക്കുന്നത് ഈ ഒരു സ്ട്രഗിളാണ്. നമ്മുടെ രാവിലെ എഴുന്നേൽക്കണം, നാമം ജപിക്കണം, ബുക്ക് വായിക്കണം, ഭക്തന്മാരോട് സ്നേഹത്തോടെ ഇടപഴകണം, ഭക്തന്മാരെ സേവിക്കണം, നമ്മുടെ മുതിർന്ന ഭക്തന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അവർ പറയുന്നത് പോലെ സേവനം ചെയ്യണം. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വരുമ്പോൾ അതെല്ലാം മൈൻഡ് നമ്മളോട് വീണ്ടും വീണ്ടും അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് റിയലി സ്ട്രഗിൾ. അതെല്ലാവരും അനുഭവിക്കുന്നതാണ്. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട്. നമ്മളത് അനുഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു സാക്ഷാത്കാരത്തിലും ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ജീവിതം ഒരു സ്ട്രഗിൾ തന്നെയാണ്. അപ്പം ഒരു കുതിരയെ അതിൻ്റെ കടിഞ്ഞാറ് വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ആ യാത്രികനായ ആത്മാവ്. പക്ഷെ അതിനും കുറേ കഴിയുമ്പോൾ മനസ്സ് പല രീതിയിൽ അതിനെ എതിർത്തുകൊണ്ടിരിക്കും. അതാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് വരിയിൽ പറയുന്നത്, ഒരു യോഗ പരിശീലകന് കൃഷ്ണോബോധസ്ഥനാകാതെ വിജയം വരിക്കാനാവില്ല എന്നുള്ള കാര്യം പ്രഭുപാദ് പറയുന്നത്. ഒരു യോഗിയും അങ്ങനെ ചെയ്യുന്നത്. ഒരു യോഗി ഒരു സ്ഥലത്ത് ധ്യാനിക്കുമ്പം അയാളുടെ മനസ്സ് എവിടെയും പോകാതിരിക്കാൻ വേണ്ടി അയാൾ വീണ്ടും വീണ്ടും അത് വലിച്ച് തൻ്റെ ശരീരം അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളും ഈ ഒരു പദ്ധതിയിൽ നാമം ജപിക്കാനും രാവിലെ എഴുന്നേൽക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് നമ്മളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതൊരു ഘട്ടം കഴിയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി നമുക്കത് സ്ട്രഗിൾ വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ ആ സ്ട്രഗിളിനെ നമുക്ക് അതിജീവിച്ചേ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വിശ്വാമിത്രൻ്റെയൊക്കെ കാര്യം, വിശ്വാമിത്രൻ അത്രയും നാൾ തപസ് ചെയ്തിട്ടും ഒരു സ്ത്രീ വന്നപ്പം അദ്ദേഹം അതിൽ നിന്ന് വീണു പോവുകയാണ് ചെയ്തത്. അദ്ദേഹം അത്രയും മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. അവിടെയാണ് കൃഷ്ണാബോധത്തിൻ്റെ പ്രത്യേകത വരുന്നത്. കൃഷ്ണാബോധത്തിൽ ഈ മനസ്സിനെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ സേവനം എന്ന് വെച്ചാൽ ഒരു ദിവസം മുഴുവൻ ആ സേവനമുണ്ട്. ഇപ്പോൾ ഒരു യോഗിക്ക് രാവിലെ ഇരുന്ന് നമ്മളിപ്പോൾ ധ്യാനിച്ച് ഒരു മണിക്കൂർ ധ്യാനിച്ചിട്ട് നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ധ്യാനത്തിൻ്റെ ആ ഒരു ശക്തി നമ്മുടെ ഓഫീസിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഓഫീസിൽ പോകുമ്പം ഞാൻ കൃഷ്ണന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, കൃഷ്ണന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. എപ്പോഴും ധ്യാന വിഷയത്തെ സ്നേഹിച്ചാൽ മാത്രമേ ആ ധ്യാന വിഷയത്തെ നമുക്ക് എപ്പോഴും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഈ മൊബൈലെന്ന് എനിക്ക് ധ്യാനിച്ചാൽ രാവിലെ ഞാൻ ധ്യാനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം മുഴുവൻ മൊബൈലിനെ ഓർക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരു ഗൃഹസ്ഥന് ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് ചിന്ത അദ്ദേഹത്തിൻ്റെ ആ ദിവസം മുഴുവൻ അദ്ദേഹത്തിന് കാണാൻ പറ്റും. അദ്ദേഹത്തിന് അത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് വരും. അതേപോലെ ധ്യാന വിഷയം ഈശ്വരനിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ആ സ്നേഹത്തോടെ ഭഗവാനെ ധ്യാനിക്കുന്നതിനാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മൈൻഡിനെ നിയന്ത്രിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ മൈൻഡിന് ആ എൻഗേജ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റൂ എന്ന് ആണ് ഭഗവാനിവിടെ നമുക്ക് പറഞ്ഞത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. പൂർണ്ണമായിട്ട് ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വഴിയിൽ വിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്യാണ്, നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സറണ്ടറിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് സറണ്ടർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ശരണം അടയുക എന്നുള്ളത്. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ആണ് എനിക്ക് ഏറ്റവും ഉചിതം, അതാണ് എൻ്റെ മുന്നോട്ടുള്ള വഴി എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന സ്ഥലത്താണ് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നമുക്കത് പല പല ഉദാഹരണങ്ങളിൽ അറിയാൻ പറ്റും. ദ്രൗപദിയുടെ ഉദാഹരണത്തിൽ അറിയാൻ പറ്റും. ദ്രൗപദി ഒരു സ്ട്രഗിളാണ് ചെയ്തത്. ആദ്യം തന്നെ സാരി ഒരു കൈ കൊണ്ട് പിടിക്കുകയും ഒരു കൈ കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്തു. പക്ഷെ വീണ്ടും ഡിസ്റോബ് ചെയ്യുകയാണ് ചെയ്തത് ദുശാസനൻ വീണ്ടും. പക്ഷെ ദ്രൗപദി അവസാനം മനസ്സിലാക്കി ഭഗവാന്റെ വാക്കുകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ വഴി എന്ന് മനസ്സിലാക്കി രണ്ട് കൈകൾ ഉയർത്തിയപ്പോഴത്തേന് ഭഗവാൻ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് അവരെ സഹായിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഗജേന്ദ്രൻ്റെ ഉദാഹരണം. ഗജേന്ദ്രൻ ആദ്യം
തൻ്റെ ഒരുപാട് പത്നിമാരുണ്ടായിരുന്നു, ആനയായിരുന്നു, ഒരുപാട് പത്നിമാരുണ്ടായിരുന്നു. അവരോടൊപ്പം ഇന്ദ്രിയ താല്പര്യത്തിനായിട്ട് ജീവിക്കുകയായിരുന്നു ഗജേന്ദ്രൻ. പക്ഷെ ആ മുതല വന്ന് അങ്ങനെ വെള്ളത്തിൽ എല്ലാവരുടെയും കൂടെ ഇറങ്ങി വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുതല വന്ന് പിടിച്ചപ്പോഴത്തേന് ബാക്കി പത്നിമാരെല്ലാം പോയി. അവരെല്ലാം ആദ്യം സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർക്ക് പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധിക്ക് വിട്ടിട്ട് അവരെല്ലാം പോവുകയാണ് ചെയ്തത്. അപ്പം ആദ്യം ഗജേന്ദ്രൻ്റെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു. രണ്ടാമത് മുതലയോട് സ്ട്രഗിൾ ചെയ്യുക. മുതല ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ജയിക്കാനായിട്ട് ഗജേന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം മൂന്നാമത്തെ സമയത്താണ് ഭഗവാനെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്നതും അങ്ങനെ ഭഗവാന്റെ സഹായം കൊണ്ട് മുതലെ വധിച്ച് ഗജേന്ദ്രനെ രക്ഷപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൽ വന്നിട്ട് നമ്മൾ സീരിയസ് ആവാതിരിക്കുകയാണെങ്കിൽ നമ്മൾ സെൻസ് ഗ്രാറ്റിഫിക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ദ്രിയാസ്വാദം എപ്പോഴാണ് അതിനെ നിയന്ത്രിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്, അത് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ സ്ട്രഗിൾ തുടങ്ങുകയാണ്. റിയലി ഉള്ള സ്ട്രഗിളാണ്, മനസ്സിനെ നിയന്ത്രിക്കുന്ന സ്ട്രഗിൾ. ആ സ്ട്രഗിൾ എത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാലും അതിനെ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ഈ മനസ്സിനെ നിയന്ത്രിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, മമമായ ദുരത്തയ ദേവികേഷു ഗുണമയി മമമായ ദുരത്തയ മാമേവയെ പ്രപദ്യന്തേ മായാമേകം തരന്തിതേ. ഈ ത്രിഗുണങ്ങൾ അടങ്ങിയ എൻ്റെ ഭൗതിക ശക്തി എന്നാണ്, ഭൗതിക ശക്തിയുടെ ഒരു പാർട്ടാണ് ഈ മനസ്സ്. ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആരാണോ എന്നെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്നത് ആ വ്യക്തിക്കാണ് ജയിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ വാക്കുകളിൽ പൂർണ്ണമായിട്ട് ശരണമടയണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായുള്ളത്. മനസ്സിന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സൊരു ഉപകരണമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചാലും പാടാണ്. അതിന് എൻഗേജ്മെന്റ് കൊടുക്കണം. നമുക്ക് ഭസ്മാസുരന്റെ കഥ അറിയാൻ പറ്റും. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഭസ്മാസുരന് ശിവഭഗവാൻ ഒരു വരം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൈ എവിടെ വയ്ക്കുന്നോ അവിടെ ഭസ്മമായി പോകും എന്നുള്ളൊരു വരം കൊടുത്തു. അപ്പം അതേപോലെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാതെ വിടുന്നത്. ആ മനസ്സ് എന്ത് വേണമെങ്കിലും ചെയ്യും. അത് നമ്മളെ കൊണ്ട് എന്ത് ദ്രോഹപ്രവൃത്തികളോ എന്ത് മോശം പ്രവൃത്തികളോ മനസ്സ് ചെയ്യും. അതാണ് പിന്നെ ശിവഭഗവാന് ആ ഭസ്മാസുരനിൽ നിന്ന് ഓടേണ്ടി വരുന്നത്. പക്ഷെ അതിനെ ഇഗ്നോർ ചെയ്താലോ അതിനെ മാറ്റിക്കഴിഞ്ഞാലോ അതിന് രക്ഷയില്ല. അദ്ദേഹത്തിന് എവിടെ പോയിട്ടും ആശ്രയം കിട്ടുന്നില്ല. പക്ഷെ ഭഗവാൻ വന്നിട്ട് എന്താ ചെയ്തത്, ഭസ്മാസുരന് ഒരു എൻഗേജ്മെന്റ് കൊടുത്തു. ആ ഭസ്മാസുരൻ തന്നെ സ്വന്തം തലയിൽ കൈ വയ്ക്കാനായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് ഇതാക്കി. അപ്പം മനസ്സിന് എൻഗേജ്മെന്റ് കൊടുത്താലേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അല്ലാതെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മളെല്ലാവരും എത്ര വിചാരിച്ചാലും ഇവിടെ നമുക്ക് വെറുതെ ഇരിക്കാം. ഒരു കുട്ടി, കുസൃതിയുള്ള കുട്ടി വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ എത്ര നേരം കുട്ടിക്ക് ഇരിക്കാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും അത് കുസൃതി, വേറെ എന്തെങ്കിലും കുസൃതി കാണിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും. പക്ഷെ ആ കുട്ടിക്ക് ഒരു എൻഗേജ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ കൺട്രോൾ. അപ്പം ശ്രീല പ്രഭുപാദ് ഈ പ്രസ്ഥാനം നമുക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് സേവനങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെ ഈ സേവനങ്ങളിൽ മുഴുകാനാണ് പറയുന്നത്. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ നാമജപമെങ്കിലും ചെയ്യും. എങ്ങനെയും നമ്മുടെ മനസ്സിനെ ഈശ്വരൻ്റെ സേവനത്തിൽ വിനിയോഗിക്കും. ഇത് വെറുതെ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പറയുന്നതല്ല, ഇത് ചെയ്യുന്ന വ്യക്തികളെ നേരിട്ട് കാണാനൊരു അവസരം കിട്ടിയതുകൊണ്ടാണ് ഈ ഇത് പറയാനായിട്ട് ഒരു തോന്നുന്നത്. കഴിഞ്ഞ ഒരു വർഷം തന്നെ ഒരുപാട് ആത്മീയ വ്യക്തിത്വങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ താമസിക്കുന്ന കൃഷ്ണപുരം റെസിഡൻസിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അത് ആരായിക്കോട്ടെ, ഇപ്പം റീസെൻ്റ് വന്ന സന്യാസി ആയിക്കോട്ടെ, അതിന് മുമ്പ് വന്ന ആചാര്യന്മാരും ആത്മീയ ആചാര്യന്മാരും ഒക്കെ ആരായിക്കോട്ടെ, അവരെയൊക്കെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ടൈം പോലും ഈ ഭഗവാന്റെ സേവനത്തിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്.
എല്ലാവർക്കും കോമൺ ആയിട്ട് ഉള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അവർ എന്തെങ്കിലും റൂമിലിരുന്ന് എന്തെങ്കിലും ഈശ്വരബോധപരമായിട്ടുള്ള ബുക്കുകൾ വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയോ ചെയ്യും. നമ്മൾ ചിലപ്പോൾ അവരെ പ്രസാദം കഴിക്കാനായിട്ട് വിളിക്കും. പ്രസാദം ഉണ്ട് അവിടെ. ആ പ്രസാദം, ആ റൂമിൽ നിന്ന് പ്രസാദം കഴിക്കാനുള്ള സമയം കുറയാണ്. വരുന്നതിന് എത്ര സമയമാണ്? ഒരു 30 സെക്കൻഡ്സേ ആകുള്ളൂ. ആ സമയത്ത് അവരെന്തെങ്കിലും ശ്ലോകം പറയുകയോ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ അവർ മുകളിൽ നിന്ന് താഴേക്ക് കാറിലേക്ക് വരുന്ന സമയത്ത് ആ ലിഫ്റ്റിൽ നിൽക്കുമ്പോഴും അവർ നാമം ജപിക്കുകയോ എന്തെങ്കിലും ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിനെ അവർ വെറുതെ വിടാനായിട്ട് ഒരുക്കമല്ല. ഇപ്പം ലാസ്റ്റ് നമ്മൾ ഒരു സന്യാസി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം, നമ്മളിപ്പോൾ കാർ എവിടെയെങ്കിലും ദൂരെ ഇട്ടേക്കാണ്, നമ്മൾ പറയും മഹാരാജ് അങ്ങ് ഇവിടെ നിൽക്കും, കാർ എടുത്തിട്ട് വരാമെന്ന് പറയുമ്പം അദ്ദേഹം അത് കേൾക്കത്തില്ല. ആ കാറിൻ്റെ അടുത്തേക്ക് അദ്ദേഹം നടന്നു വരും. അവിടെ വെറുതെ ഒരു യോഗികളെ പോലെ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലും കാര്യങ്ങളാണ് നടന്നു വരുന്ന സമയത്ത് നാമം ജപിച്ചുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. നമുക്കത് കാണാനായിട്ട് പറ്റും. അവരുടെ ഓരോ ടൈമും അവർ ഭഗവാന്റെ സേവനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് വേറൊരു മനസ്സിന് എങ്ങോട്ടും പോകാനൊരു അവസരമില്ല. മനസ്സിന് എപ്പോഴും ഒരു അധ്യാപകൻ കുട്ടിയെ എപ്പോഴും ഒരു ഹോംവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ അവരെപ്പോഴും അവരുടെ മൈൻഡിന് എൻഗേജ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവർ പൂർണ്ണമായിട്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അത് കാരണം അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുന്ന വ്യക്തികളുടെ അവരുടെ അസോസിയേഷൻ നിൽക്കുമ്പോഴും അവരുടെ അടുത്ത് നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും നമ്മുടെ ലൈഫിൽ അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അവരവരുടെ മനസ്സിനെ നിയന്ത്രിച്ച വ്യക്തികളായതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ വാക്കുകൾ, ജസ്റ്റ് ഒരു വാക്കോ അവരുടെ ഒരു അസോസിയേഷനോ ഒരു മിനിറ്റ് അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഉള്ളിലുള്ള ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രക്രിയ ഉറപ്പായിട്ട് വിജയിക്കുന്ന പ്രക്രിയയാണ്. ശീല പ്രഭുപാദ് തന്നെയുള്ള മാർഗങ്ങളെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതേപോലുള്ള ആത്മീയ വ്യക്തിത്വങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതിനാണ് അത് ശീല പ്രഭുപാദ് തന്നെ നമുക്കൊരു പ്രസ്ഥാനം രൂപീകരിച്ച് തന്നിട്ടുള്ളത്. ഇതിനകത്ത് GBC ഉണ്ട്, ടെമ്പിൾ പ്രസിഡന്റ് ഉണ്ട്. ടെമ്പിൾ പ്രസിഡന്റ് അടിയിൽ ഇൻചാർജുകളായിട്ടുള്ള ഭക്തന്മാരുമെല്ലാം ഇവിടെയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിന് ഓരോരോ ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇതേപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പം നമ്മുടെ ഇൻചാർജുമാരായിട്ടുള്ള ഇവിടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗിരിരാജ് പ്രഭുവാണ് നമ്മളെ നയിക്കുന്ന, ഗൈഡ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം നമുക്ക് സേവനങ്ങൾ തരും. നമ്മൾ ചിലപ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ട് അത് ചെയ്യാൻ ഞാൻ ഇന്നിങ്ങനെ ചെയ്യും, രാവിലെ എഴുന്നേക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഞാനല്ലേ തീരുമാനിച്ചത്, എനിക്കത് മാറ്റിക്കൂടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി. നമ്മൾക്ക് അലാറം വയ്ക്കുന്നത് എങ്ങനെയാണ്? 4 മണിക്ക് വെച്ചിട്ട് തലേ ദിവസം രാത്രി നമ്മൾ വിചാരിക്കും 4 മണിക്ക് എഴുന്നേക്കണം എന്നുള്ള ഉറപ്പില്ലായിരിക്കും. പക്ഷെ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് കുറച്ച് ക്ഷീണമാണെന്ന് പറഞ്ഞ് മാറ്റി. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇത് ആചാര്യന്മാർക്കൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ ലെവലിൽ നമുക്കത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതേപോലത്തുള്ള അസോസിയേഷൻ ഡിവോഷണലായിട്ടുള്ള ഇൻചാർജുമാരുടെ അണ്ടറിൽ നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഇപ്പം കഴിഞ്ഞ വട്ടമൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടൊക്കെ നടന്നതാണ്. അപ്പം ഗിരിരാജ് പ്രഭു എല്ലാവരെയും വിളിച്ചതാണ് അവിടെ വന്ന് നമ്മൾ നാമസങ്കീർത്തനം ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആ ഒരു പ്രോസസ്സ്, ഇപ്പോൾ പ്രഭു പറഞ്ഞ് വളരെ കുറച്ച് പേരെ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ ഒരു പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കൊണ്ട് എൻ്റെ മനസ്സിനെ അതിൽ ഭക്തിയിൽ നിർത്താൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് വില്ലിങ് ആവുകയാണ് ചെയ്യേണ്ടത്. നമുക്കോ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും അതിന് നമ്മളെ സഹായിച്ചു തരുമ്പം നമ്മൾ അതിന് പൂർണ്ണമായിട്ട് വില്ലിങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നെ ചോദിക്കാം, അവരൊന്നും നമ്മുടെ അത്രയും നമ്മളായിട്ട് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്രയും നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമുക്ക് ആവശ്യമുള്ള സേവനങ്ങൾ അവർ തരും. ആ സേവനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ അത്രയും നേരമെങ്കിലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിൽക്കും. അപ്പോൾ നമ്മൾ ഈ പ്രസ്ഥാനത്തെ ഒരു ചികിത്സാലയമായിട്ട് കരുതണം.
നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സ് നിയന്ത്രണത്തിലല്ല, നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്നവരാണ് ഈ ടെമ്പിൾ ഇൻചാർജും ടെമ്പിൾ പ്രസിഡൻറ്റും മറ്റ് മുതിർന്ന ഭക്തന്മാരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ ഈ സ്ഥാനത്ത് വെറുതെ ആരും വച്ചതല്ല. ഈശ്വരൻ്റെ നിശ്ചയമുള്ളത് കൊണ്ടാണ് അവരൊക്കെ ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ ഇംഗിതം ഇവരിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നമ്മുടേതായ ഒരു പ്ലാൻ അനുസരിച്ച് പോകാതെ, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, 4 റൗണ്ട് ജപിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന ദിവസം ഞാൻ ഫ്രീ ആണ്, ആ ഫ്രീ ഉള്ള ദിവസം എനിക്ക് എങ്ങനെ ഇവിടെ സേവനം ചെയ്യാൻ പറ്റും, ഇവിടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ടെമ്പിളിന് വേണ്ടി എനിക്ക് സേവനം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അവരോട് സബ്മിറ്റ് ചെയ്താൽ അവർ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു വില്ലിങ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പാടാണ്. അത് നമുക്ക് ആ അലാറത്തിൻ്റെ എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. രാവിലെ വെച്ച് അലാറം നമ്മൾ എത്ര വട്ടം സ്നൂസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നതാണ്. അപ്പം നമ്മുടെ മനസ്സിന് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഇവിടെ ഡിവോട്ടീസ് അതിന് ആ വോളണ്ടറി ചെയ്ത് നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും തയ്യാറായിട്ട് വരുമ്പം അവരുടെ അസോസിയേഷൻ ആ ഡിവോഷണൽ ആ ആറ്റിറ്റ്യൂഡ് കാണിച്ച് അവരുടെ അടുത്തേക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കണം. അവിടെ നമ്മളതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. അവരുടെ സഹായം കൊണ്ട് നമുക്ക് സാധിക്കും. അതിനാണ് ഈ ശ്രീല പ്രഭുപാദ എല്ലാ പ്രസ്ഥാനവും നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പ്രഭുപാദ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം വച്ചിട്ട് പ്രഭുപാദ ഒരു കാരണം പറഞ്ഞു, എന്തിനാണ് ഈ പ്രസ്ഥാനം തന്നിരിക്കുന്നത് എന്നുള്ളൊരു കാരണം പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ തന്നിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഭക്തന്മാരുടെ അസോസിയേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ശ്രീല പ്രഭുപാദ തന്നിരിക്കുന്നത്. ഭക്തന്മാർ നമ്മളെ ഭക്തിയിൽ ആ ഡിവോഷൻ സർവീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കും. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനം ശ്രീല പ്രഭുപാദ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതും കൂടെ നമ്മൾ എടുക്കണം. നമ്മൾ ഈ ഒരു പദ്ധതിയും കൂടെ നമ്മൾ എടുക്കണം. നമ്മൾ പോവുക, അവരുടെ അടുത്ത് കാണുക, അവരെ കാണുക, നമ്മുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നമ്മുടെ ടൈം അവരുടെ നിർദ്ദേശാനുസരണം അത് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടാൻ പറ്റും. അതാണ് ആ രീതിയിലാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ഇപ്പോൾ അർജുനന് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് സറണ്ടർ ചെയ്യാൻ പറ്റി. നമുക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഭഗവാനിൽ നിന്ന് തുടങ്ങിയ ആത്മീയ പരമ്പരയുടെ ആചാര്യന്മാരും അവരുടെ ലീഡേഴ്സും ഒക്കെ നമുക്കുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് സറണ്ടർ ചെയ്താൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. ഒരു യോഗിയെ പോലെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷനെ പോലെ മനസ്സിനെ പല സ്ഥലത്തിൽ വിട്ടിട്ട് പറ്റില്ല. നമ്മുടെ തന്നെ പ്ലാൻ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് മനസ്സിനെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയാൽ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റൂ. മനസ്സിനെ നിയന്ത്രിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരത്തിൽ പരിപൂർണത കിട്ടുമെന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഉറപ്പിച്ച് പറയുന്നു. അപ്പം നമ്മളെല്ലാവരും അത്തരം ഒരു രോഗികളാണ്, മനസ്സിനെ നിയന്ത്രണമില്ലാത്ത രോഗികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് ശ്രീല പ്രഭുപാദിൻ്റെ ശിഷ്യന്മാരിലൂടെയും ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരിലൂടെയും നമുക്ക് തന്നിരിക്കുന്ന ബെനിഫിറ്റ് എടുത്തിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത്. നമ്മുടെ ഒരു ഊർജ്ജമുണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ഒരു എനർജി. 2 നമ്മുടെ ടൈം, നമുക്ക് സമയമുണ്ട്. നമുക്ക് എല്ലാവർക്കും സമയമുണ്ട്. അപ്പം നമ്മുടെ സമയവും ഊർജ്ജവും ഈ ഇത്തരം നമ്മുടെ ഇൻചാർജ് ആയിട്ടുള്ള ഡിവോട്ടീസിൻ്റെ അണ്ടറിൽ പോയി കഴിയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിയന്ത്രിച്ചാൽ അൾട്ടിമേറ്റ്ലി നമുക്ക് മനസ്സിനെ പൂർണ്ണമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ എൻഗേജ് ചെയ്യിക്കാനും പൂർണ്ണമായിട്ട് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാനും പറ്റും. നമുക്ക് കൃഷ്ണാബോധത്തിൽ പരിപൂർണ്ണത നേടാനും പറ്റും. കാരണം ഇത് ഭഗവാന്റെ വാക്കുകളാണ്. അതിനൊരിക്കലും ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ല. മനസ്സിനെ നിയന്ത്രിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഇതിൽ പരിപൂർണത കിട്ടൂ എന്ന് ഭഗവാൻ തീർത്ത് പറയുകയാണ്. അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാണ് കൃഷ്ണൻ പറയുന്നത്. അത് മാറാനൊന്നും പോകുന്നില്ല. നമ്മുടെ അഭിപ്രായം മാറും, പക്ഷെ കൃഷ്ണൻ്റെ അഭിപ്രായം എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാതെ നമുക്ക് ഇതിൽ പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പം അത് നിയന്ത്രിച്ചേ പറ്റൂ. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ പ്രസ്ഥാനത്തിലെ ഓരോ കാര്യങ്ങളും ശ്രീല പ്രഭുപാദ നമുക്ക് തന്നിയത്. അപ്പം അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജ് എടുത്ത് നമ്മൾ ഹമ്പിൾ ആവണം.
നമുക്ക് ഒരാളിപ്പോൾ ഇപ്പോൾ ഗിരീഷ് ബാബു എന്നോട് ഒരു സേവനം പറയുകയാണെങ്കിൽ ഞാനത് മടി കൊണ്ടോ ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞാൽ അടുത്ത വട്ടം ഗിരീഷ് ബാബു എന്നോടത് പറയത്തില്ല. ഇപ്പോൾ പ്രഭു നമുക്കിവിടെ വരെ പോകാം, നമുക്ക് കാർ എടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനത് ചെയ്യണം. ജെന്യുവൻ എക്സ്ക്യൂസ് ആണെങ്കിൽ പറയാം. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ജെന്യുവൻ എക്സ്ക്യൂസ് ആണെങ്കിൽ പറയാം. പക്ഷെ എപ്പോഴും ആ പറയുന്ന അനുസരിച്ച് ചെയ്യാനുള്ള ഒരു സബ്മിസീവ്നെസ് നമുക്ക് കാണിക്കണം. അങ്ങനെ ചെയ്ത് നമ്മൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച്, നമ്മൾ വലിയ പ്ലാനൊന്നും ഉണ്ടാക്കണ്ട, നമ്മൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അൾട്ടിമേറ്റ്ലി നമുക്കിതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിൽ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാൽ നമ്മൾ ജപിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, മനസ്സിനെ നിയന്ത്രിക്കാൻ ജപിക്കുന്നതന്നെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുകയില്ല. നമുക്ക് സർവീസും ഇല്ല. പിന്നെ പണ്ടുന്നത് ജപിക്കും, അത് കഴിഞ്ഞ് ചിലപ്പം കിട്ടുന്ന സമയത്ത് വായിക്കും, പിന്നെ വീട്ടിൽ ചെറിയ ജോലികൾ ആ കാര്യം പറ്റുകയില്ല. മനസ്സിനെ നിയന്ത്രിക്കും. ശരണാഗതി എന്ന് പറയുന്നത് സ്വപ്നം മാത്രമായിരിക്കും. അതാണ് പ്രഭുവിനോട് ഞാൻ ഈ ക്ലാസ്സിൽ മുഴുവനായിട്ട് പറഞ്ഞത്. നമ്മൾ സർവീസ് എടുക്കണം. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കരുത്. നമുക്ക് എന്തെങ്കിലും സർവീസ്, പ്രഭു എന്തായാലും ഒരു 2 മണിക്കൂർ ഇവിടെ വരുന്നുണ്ട്, ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രഭുവിന് എന്തെങ്കിലും ഒരു ചെറിയ സർവീസ് ഗിരീഷ് പ്രഭു തരും. അത് പ്രഭു ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ ദീക്ഷ എടുക്കുമ്പോൾ എന്താ നമ്മൾ ഗുരുവിനോട് പ്രോമിസ് ചെയ്യുന്നത്? ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും സേവനം ചെയ്യാമെന്നാണ് ഗുരുവിനോട് പ്രോമിസ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒരു സർവീസ് എടുക്കാം. അതിനെ പ്രഭു നിസ്സാരവൽക്കരിക്കരുത്. ഞാൻ 5 മിനിറ്റ് ഇവിടെ ഈ ആഴ്ചയിൽ വന്ന് 5 മിനിറ്റ് ഈ കാര്യം ചെയ്താൽ എങ്ങനെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും? ഞാൻ 24 മണിക്കൂർ ഞാൻ മറ്റെല്ലാവരുടെ അസോസിയേഷനിലല്ലേ നിൽക്കുന്നത്. 5 മിനിറ്റ് ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ 5 മിനിറ്റ് മതി യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ. നമ്മൾ ആ സബ്മിസീവ് മോഡിലാണ് എടുക്കുന്നത്. ശരി പ്രഭു ഇത് പറഞ്ഞു, ഞാനത് ചെയ്യാം എന്നാൽ അത് ചെയ്താൽ 5 മിനിറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും അത് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. ഈ ഭക്തിയുടെ നിർദ്ദേശങ്ങളും കൃഷ്ണൻ പറയുന്ന നിർദ്ദേശത്തിൻ്റെയും പവർ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണരുത്. ഭഗവാൻ പറയുന്ന വേർഡ്സിന് അത്രത്തോളം ശക്തിയുണ്ട്. നമ്മൾ നമ്മുടെ പ്ലാൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ അളക്കാൻ ശ്രമിക്കരുത്. ഞാൻ 24 മണിക്കൂറും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 7 ദിവസവും ഞാൻ വീട്ടിൽ എൻ്റെ മനസ്സിനെ ജപിക്കുമ്പോൾ എൻ്റെ മനസ്സിന് പോട്ടെ 6 ദിവസം പ്രഭു വീട്ടിലായിക്കോട്ടെ, 5 ദിവസം, ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഈ നിർദ്ദേശം അനുസരിച്ച് പ്രഭു പ്രവർത്തിക്കുകയാണെങ്കിൽ ആ എഫക്റ്റ് പ്രഭുവിൻ്റെ ആ ബാക്കി 6 ദിവസത്തിലും കിട്ടും. അത് ഉറപ്പാണ്. അതാണ് ഭക്തിയിലെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ. അത് ഉറപ്പായിട്ട് കിട്ടും. അത് നമ്മുടെ ഇൻ്റലിജൻസ് വെച്ച് ചിന്തിക്കരുത്. ഇൻ്റലിജൻസ് വെച്ച് ഞാൻ ഇവിടെ ഇച്ചിരി ചെയ്തു, അവിടെ അത്രയും സമയം അവിടെ ഉണ്ട്, എൻ്റെ അങ്ങനെയല്ല. നമ്മൾ ഇച്ചിരി ചെയ്തു. അതല്ലേ സ്വല്പം അഭിയസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയ എന്ന് പറയുന്നത്. അത് ചെറിയൊരു കാര്യം പോലും ചെയ്യും. പിന്നെ ലവമാത്ര സാധുസംഗ സർവസിദ്ധി ഹൊയി എന്നാണ് പറയുന്നത്. ഒരു ആചാര്യൻ്റെ ഒരു ചെറിയൊരു ടൈം പോലും നമുക്ക് എല്ലാവരും പെർഫെക്ഷനും കിട്ടും. ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജുമായിട്ട് ഒരു ചെറിയ ബ്രീഫ് ഇതാണ് ശ്രീല പ്രഭുപാദിന് വന്നത്. ആ ബ്രീഫായിട്ടുള്ള ഇത് കാരണം അദ്ദേഹത്തിൻ്റെ ഹോൾ ലൈഫ് ചേഞ്ച് ആവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇതേപോലെ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഇവിടെ വന്ന് സേവനം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഹോളായിട്ടുള്ള വീക്കിനെ നമ്മളെ മൈൻഡിനെ പീസ്ഫുള്ളാക്കി നിർത്താനായിട്ടുള്ള വഴി. പിന്നെ ഈ ഭഗവത്ഗീതയിൽ വേറൊരിടത്ത് പറയുന്നുണ്ട്, അതായത് ബ്രഹ്മാവിൻ്റെ അഹോരാത്രങ്ങളെ അറിഞ്ഞ ഒരാൾക്ക് പിന്നെ അറിഞ്ഞെന്ന് കൊണ്ട് മുക്തി ലഭിക്കുന്നു. ബ്രഹ്മാവിൻ്റെ അഹോരാത്രം സാഗർ യുഗങ്ങളടങ്ങിയ 4 യുഗങ്ങളടങ്ങിയ 1000 മഹായുഗങ്ങളും ഒരു പകലും, അത്ര തന്നെ മഹായുഗങ്ങൾ രാത്രിയുമാണ്. ഇത് അറിഞ്ഞ ആളിനെ അഹോരാത്രങ്ങൾ അറിഞ്ഞ വ്യക്തി എന്ന് പറയാം. അഹോരാത്രങ്ങൾ അറിഞ്ഞ വ്യക്തികളെ മുക്തരാകുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചോടെ തന്നെ നമ്മൾ അഹോരാത്രങ്ങളെ പറ്റി അറിഞ്ഞില്ല. പിന്നെ അത് എങ്ങനെയാണ്? അറിവും ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുക്ക് നോളജാണ്. നമുക്കിവിടെ പറഞ്ഞു മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആത്മസാക്ഷാത്കാരം. ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന വ്യക്തിക്കാണ് ആത്മസാക്ഷാത്കാരത്തിൽ പരിപൂർണം നേടേണ്ടത് എന്ന് അത് ജ്ഞാനമാണ്. നമ്മൾ ആ എൻഡവർ എടുത്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ അറിവ് വിജ്ഞാനമായിട്ട് മാറുന്നത്. റിയലൈസ്ഡ് നോളജ്. നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ റിയലൈസ്ഡ് നോളജ് ആവും.
ഒരു ഡോക്ടറിന് ഒരുപാട് പുസ്തകങ്ങളുണ്ട് സർജറി ചെയ്യാനൊക്കെയുള്ള. അതിനെല്ലാം ഓരോ സ്റ്റെപ്പുകളും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇറങ്ങി ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ആ രോഗിയെ കണ്ട് ഒരു മുതിർന്ന ഒരു സർജൻ്റെ നിയന്ത്രണത്തിൽ അയാൾ അത് ചെയ്ത് വരുമ്പോഴേ അദ്ദേഹത്തിന് ആ നോളജ് പെർഫെക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് വെറും നോളജാണ്. അത് ഇന്ന് ഓർക്കും 2 ദിവസം കഴിയുമ്പോൾ അത് മറന്നു. അപ്പം ഭഗവത്ഗീത എന്ത് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്. പ്രഭു ഇവിടെ വരുന്ന ഒരു 5 മിനിറ്റ് ആകട്ടെ 10 മിനിറ്റ് ആകട്ടെ, അത് പ്രഭു ഈ അതോറിറ്റീസിൻ്റെ അടുത്ത് സബ്മിസീവായിട്ട് ഇവർ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തികളാണ്, ഇവരുടെ സേവനം ഞാൻ സ്വീകരിക്കും, ഇവർ പറയുന്ന സേവനം ചെയ്യും എന്നൊരിതിൽ നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാൻ കൊണ്ടുവരരുത്. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും, ഇങ്ങനെ ചിന്തിച്ചാൽ മുക്തി കിട്ടും, അത് നടക്കത്തില്ല. നമ്മൾ അതിന് പ്രഭുപാദം കൃഷ്ണനും ഒക്കെ അതിനൊരു മാർഗം നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ ചെയ്യാം. പിന്നെ ഒരു ശ്ലോകത്തിലെ സർവഭൂതാനി നാശകം ദേശ അവസ്ഥിത. എന്നാൽ അടുത്ത 9-ാം ഭഗവത്ഗീത 9-ൽ 4-ാം ശ്ലോകത്തിൽ പറയുന്നു, മസ്താനി സർവഭൂതാനി നാഹം ദേശ അവസ്ഥിത. എല്ലാ ഭൂതങ്ങളും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, പക്ഷെ ഞാൻ അവയിലല്ല. എന്നാൽ 5-ാം ശ്ലോകത്തിൽ ഉടൻ തന്നെ പറയുന്നു, പിന്നെ നജമസ്താനി ഭൂതാനി പശ്ചമേ യോഗനോചിരി. ഒരു ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ചാൽ ഭഗവാന്റെ ശക്തിയിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ സൂര്യനുണ്ട്, സൂര്യൻ്റെ രശ്മിയുണ്ട്. സൂര്യൻ്റെ രശ്മിയിലാണ് എല്ലാ ഗ്രഹങ്ങളും ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലാ ഗ്രഹവും സൂര്യഗ്രഹത്തിലാണെന്നല്ല. അപ്പം ഭഗവാന്റെ ശക്തിയിലാണ് ഈ സർവ്വപ്രപഞ്ചങ്ങളും നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സർവ്വപ്രപഞ്ചങ്ങളും ഭഗവാന്റെ ഉള്ളിലാണ് എന്നർത്ഥമില്ല, ഭഗവാന്റെ ശക്തിയിലാണ്. സൂര്യൻ്റെ രശ്മിയിലാണ് എല്ലാ ഗ്രഹവ്യൂഹങ്ങളും നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഇൻഫ്ലുവൻസിലാണ് എല്ലാം നിൽക്കുന്നത്, സൂര്യൻ്റെ ശക്തിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ അതെല്ലാം ഭഗവാനിലാണെന്ന് പറയാനും പറ്റില്ല. സൂര്യൻ ഒരു സ്ഥലത്ത് മാറിയിരിക്കുകയാണ്, മറ്റു ഗ്രഹങ്ങളെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ നമ്മൾ ഭഗവാനിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്, പക്ഷെ അതേപോലെ തന്നെ ഭഗവാന്റെ ശക്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് ആ സ്വഭാവം. അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻ്റലിജൻസ് ശരിയും തെറ്റും തിരിച്ചറിയാനാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ്റലിജൻസ്, ബുദ്ധി. അപ്പം നമുക്ക് ബുദ്ധി, നമ്മൾ ഈ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഗുരു സാധു ശാസ്ത്ര അതനുസരിച്ച് ഫോളോ ചെയ്യുന്നതാണ്. അതിനാണ് നമ്മുടെ ബുദ്ധി. അതിന് അവരിപ്പം ഗിരീഷ് പ്രഭു പറയുന്നു, പ്രഭു ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കും എന്ന് പറഞ്ഞു. അപ്പം പ്രഭു അത് ഇൻ്റലിജൻ്റായിട്ട് ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞു നല്ല രീതിയിൽ തൂക്കണം, അപ്പോൾ എങ്ങനെ അതിനാണ് പ്രഭു ബുദ്ധി ഉപയോഗിക്കുന്നത്. ഓൾറെഡി ബുദ്ധി മനസ്സിലാക്കണം. ഇവർ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സേവനം കൊണ്ട് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആചാര്യന്മാരുടെ സേവനം എടുക്കണം, അതൊരു ബുദ്ധിയാണ്. പിന്നെ അവർ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ചെയ്യണം, അത് പ്രഭു ബുദ്ധി ഉപയോഗിച്ച്. അല്ലെങ്കിൽ ഓരോ വട്ടവും ഒന്ന് ചോദിക്കരുത്. പ്രഭുവിൻ്റെ ബുദ്ധി യൂസ് ചെയ്യണം. എങ്ങനെ ചെയ്താൽ ഇദ്ദേഹം സന്തോഷമാകും, ഇദ്ദേഹം ഇത് നല്ല ക്ലീൻ ആയിട്ടിരുന്ന സന്തോഷം. അതിങ്ങനെ ഓരോ വട്ടം ഓരോ സ്റ്റെപ്പും വന്ന് ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ, അതല്ല. ഇത് പ്രഭുവിന് ഓൾറെഡി നിർദ്ദേശം കിട്ടി, അത് എങ്ങനെ പെർഫെക്റ്റ് ആക്കണമെന്ന് പ്രഭു ആലോചിക്കുന്നു. ഏന വ്യാപ്തം ചരാചരം എല്ലാത്തിലും തുടക്കമാണോ ഏന വ്യാപ്തം? അത് ലാസ്റ്റാണ്. ഏന വ്യാപ്തം ഇപ്പം വ്യാപിച്ച് നിൽക്കുന്നു പറഞ്ഞാൽ ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ശക്തി എല്ലാത്തിലും വ്യാപിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഏന വ്യാപ്തം ചരത്തിലും അചരത്തിലും എല്ലാം. അത് ആ ശ്ലോകത്തിന് തുടക്കമാണ്. അപ്പോൾ ലാസ്റ്റ് വേണം. ഇപ്പം പ്രഭു ഇത് വ്യാപിച്ചതെന്ന് പറയുന്നത് സൂര്യൻ്റെ ശക്തി ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആവശ്യം. ഏന വ്യാപ്തം എന്ന് പറഞ്ഞ ആ ശ്ലോകം ആർക്കെങ്കിലും അറിയാം?
പേരിൻ്റെ അർത്ഥം ചരാചരം. ചരാചരം. കറക്റ്റ് മീനിങ് അതിനാല് പറയുന്നത്. ഭക്തിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭൗതികമായ പ്രശ്നങ്ങൾ വന്നു ചേരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ കർമ്മം അനുസരിച്ച് നമുക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഭക്തിയിൽ നിൽക്കുമ്പോൾ ആ കർമ്മം കുറഞ്ഞു വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ആധ്യാത്മികമായിട്ട് ഉയരാൻ വേണ്ടി ഭൗതികമായിട്ട് കഷ്ടപ്പാടുള്ളൂ. അങ്ങനെ ഭഗവാൻ ചെയ്യത്തില്ല. ഭഗവാൻ നമുക്ക് എന്താണോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതേ ചെയ്യത്തുള്ളൂ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ചിലപ്പം 1+1=2 എന്നുള്ളൊരു ഹോംവർക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അതിലൊരിക്കലും കാൽക്കുലസ് ഒന്നും കൊടുക്കത്തില്ല ഒരു കൊച്ചുകുട്ടിക്ക്. അതേപോലെ ഭഗവാന് നമ്മുടെ പിതാവാണ്. നമുക്ക് ഈ അടുത്ത സ്റ്റെപ്പ് ചെറിയ ചെറിയ പരീക്ഷകൾ കാണും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി. പക്ഷെ നമ്മളെ തളർത്തിക്കളയുന്ന പരീക്ഷകളോ അങ്ങനെയൊന്നും ഭഗവാൻ ഒരിക്കലും നമുക്ക് തരത്തില്ല. മാതാജിമാർക്ക് ചോദ്യം. श्रीमद् भगवद्गीता की जय, श्रील प्रभुपाद की जय।